ഹായ് മക്കളെ, 3-ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും മിസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിൽ ചാപ്റ്റർ 1 ആണ് കേട്ടോ. ചാപ്റ്റർ 1 ഇതാണ് ലെറ്റ്സ് ഡ്രോ, അതായത് രൂപങ്ങൾ വരയ്ക്കാം. എന്താണ്? രൂപങ്ങൾ വരയ്ക്കാം. നമ്മൾ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. അല്ലേ, വീടുകൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മലകൾ കാണുന്നുണ്ട്, സൈക്കിള്, പിന്നെ അതുപോലെ ഫിഷ് ഉണ്ട്, പൂക്കളുണ്ട്, ഉറുമ്പുണ്ട്, പൂച്ചുണ്ട്, മരങ്ങളുണ്ട്, ഇതാക്കെ ഒരു വണ്ടി ഉണ്ട്, നായുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട് അല്ലേ. എയ്റോപ്ലെയിന്, സൂര്യന്, അല്ലേ, എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് ഷേപ്പുകൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേതൊക്കെ ഷേപ്പാണ് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്? ത്രികോണം ഉണ്ട് അല്ലേ, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ ഉണ്ട്, ചതുരം, ത്രികോണം, വൃത്തം. അങ്ങനെ വൃത്തം എന്ന് പറഞ്ഞാൽ വട്ടം. അങ്ങനെ 3 ഷേപ്പാണ് നമ്മൾ ഈ പിക്ചേഴ്സിലൊക്കെ കാണാൻ പറ്റുന്നത് അല്ലേ. ഇനി അടുത്ത പേജ് നോക്കിയാലോ, പേജ് നമ്പർ 8. 8-ൽ എന്താണ്? വെൽക്കം ഫെസ്റ്റ്. അതാണ് കേട്ടോ കാണുന്നത്. വെൽക്കം ഫെസ്റ്റ്, പ്രവേശനോത്സവം. അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് 3. Their school is decorated for the welcome fest. അതായത് അനുവും സുബിയും 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രവേശനോത്സവത്തിന് അവരുടെ സ്കൂള് അലങ്കരിച്ചിരിക്കുന്നു. കളർ ദ ഫെസ്റ്റൂൺസ് ആൻഡ് മേക്ക് ദ പിക്ചർ prettier. തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ. അപ്പോൾ തോരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തൂക്കിയിട്ട സംഭവങ്ങളൊക്കെയാണ്. അതിന് നിറം കൊടുത്തിട്ട് നിങ്ങൾ ഭംഗിയാക്കി എടുക്കണം. സ്ക്വയറിനൊക്കെ ഏതാ കളർ കൊടുക്കേണ്ടത്? ബ്ലൂ കളർ കൊടുക്കുക. അതുപോലെ തന്നെ ട്രയാങ്കിളിന് ഗ്രീന് കൊടുക്കുക. സർക്കിളിനാണെങ്കിലോ റെഡ് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനിയുള്ളത് കൗണ്ട് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺസ്. അതായത് തോരണത്തിലെ ഓരോ രൂപവും എത്ര വീതമാണെന്ന് എഴുതാൻ എണ്ണി നോക്കണം. അപ്പോൾ നമ്മൾ സ്ക്വയർ ഒന്ന് എണ്ണി നോക്കിയാലോ. സ്ക്വയർ എല്ലാ കുട്ടികളും എൻ്റെ കൂടെ തന്നെ ഒന്ന് കൈവച്ച് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7, പിന്നെ 8 9 10 11 അല്ലേ. അത്രയല്ലേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് എണ്ണി നോക്കിക്കേ. എന്നിട്ട് അത് താഴെ എണ്ണം എന്നുള്ളതിൻ്റെ അവിടെ എഴുതാം. പിന്നെ ഗ്രീൻ കളറിലുള്ള ട്രയാങ്കിൾ, ത്രികോണം ഒന്ന് എണ്ണി നോക്കിക്കേ. അതുപോലെ തന്നെ ഒരുപാടുണ്ട് അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33. ഒരുപാടുണ്ട്, 33 ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ട്രയാങ്കിളിൻ്റെ താഴെ, ത്രികോണത്തിൻ്റെ താഴെ 33 എന്ന് എഴുതാം. പിന്നെ സർക്കിളാണ്, വൃത്തം. വൃത്തം എത്ര ഉണ്ട്? റെഡ് കളറ് കൊടുക്കണേ വൃത്തത്തിന്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. 21 ആണ് കേട്ടോ സർക്കിൾ ഉള്ളത്. ഇനി അടുത്ത പേജിലേക്ക് കടന്നാലോ. സിമ്പിളാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗ്രീറ്റിംഗ് കാർഡ്. വിധു ഈസ് എ ന്യൂ സ്റ്റുഡൻറ്റ് ദിസ് ഇയർ. ആശംസാ കാർഡ് എന്നാണ് കേട്ടോ. ഈ വർഷം പുതുതായി വന്ന വിധുവിന് ആശംസാ കാർഡ് കൊടുക്കണം. ദ അതേഴ്സ് വാണ്ട് ടു മേക്ക് ഹിം എ ഗ്രീറ്റിംഗ് കാർഡ് കേട്ടോ. ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണം. സുബി ആൻഡ് അതേഴ്സ് ആർ ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് സ്റ്റിക്കിംഗ് ഡോട്ട്സ് ടു മേക്ക് ഇറ്റ് പ്രിറ്റി. സുബിയും കൂട്ടുകാരും പൊട്ടുകൾ ഒട്ടിച്ചും ചിത്രങ്ങൾ വരച്ചും കാർഡ് തയ്യാറാക്കുകയാണ്. നിങ്ങളും ഒന്ന് സഹായിച്ചു നോക്കൂ, അതാണ് പറയുന്നത്. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ്? നിങ്ങളൊന്ന് സഹായിച്ചു നോക്കൂ. ദർ ഈസ് 1 ഡോട്ട് ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ഒരു പൊട്ടല്ലേ ഉള്ളത്. ഹൗ മെനി മോർ ഓഫ് ദ സെയിം സൈസ് ക്യാൻ യു ഫിക്സ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമായിട്ട് അതേ വലുപ്പത്തിലുള്ള എത്ര ഡോട്ട്സ് നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. വാട്ട് ഐ ഗസ്ഡ്. ഞാൻ ഊഹിച്ചത്, നമ്മൾ ഊഹിച്ചത് ഫസ്റ്റ് ആ ബോക്സിൽ എഴുതാം. നമ്മൾ ഏകദേശം ഒരു 5 എണ്ണം 4 എണ്ണമൊക്കെ നമുക്ക് ഊഹിക്കാം. ഹൗ മെനി ഡോട്ട്സ് കൂടെ ഐ ആക്ച്വലി ഫിക്സ്. എന്നിട്ട് നിങ്ങൾ അതുപോലെ അതേ വലിപ്പത്തിൽ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഒരു പൂ പോലെ ഇങ്ങനെ വരച്ച് നോക്കുക. അപ്പോൾ ഏകദേശം 5 എണ്ണമൊക്കെയാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുക കേട്ടോ. അടുത്തതായിട്ട് വരുന്നത്
ക്യാൻ യു ഡ്രോ? നിങ്ങൾക്കും വരയ്ക്കാമോ? സീ ദ പിക്ചർ മെയ്ഡ് വിത്ത് സർക്കിൾസ്. ക്യാൻ യു കളർ ഇറ്റ്? വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചിത്രം നോക്കൂ. നിറം കൊടുക്കൂ. അത് നിങ്ങൾ നിറം കൊടുത്ത് ഭംഗിയാക്കാനുള്ളതാണ്. മൊത്തം വട്ടം കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കൂ. അപ്പം നമുക്ക് ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം. വട്ടങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വരയ്ക്കാം? നമുക്ക് വട്ടം വരച്ചിട്ട് നടുക്കൊരു വട്ടം വരയ്ക്കുക. ചുറ്റുപാടുമായിട്ട് വട്ടങ്ങൾ വരച്ചുകൊണ്ട് ഒരു ഫ്ലവർ വരയ്ക്കാം. അതുപോലെ തന്നെ ഉറുമ്പില്ലേ, ഉറുമ്പിനെ വേണമെങ്കിൽ വരയ്ക്കാം. അത് 3 വലിയ വട്ടം ഇങ്ങനെ നിരനിരയായിട്ട് വരച്ചിട്ട് തലഭാഗത്തൊരു വട്ടം കൂടെ വരച്ച് 2 കണ്ണൊക്കെ കൊടുത്തിട്ട് ഉറുമ്പിനെ വരയ്ക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ അതിൽ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വട്ടം വരച്ചത്? മറ്റേതൊക്കെ രീതിയിൽ വട്ടം വരയ്ക്കാം? ഹൗ ഡിഡ് യു ഡ്രോ ദ സർക്കിൾസ്? എനി അതർ വേ ടു ഡ്രോ സർക്കിൾസ്? വട്ടം വരയ്ക്കാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? മക്കൾ പറഞ്ഞേ, എന്തെങ്കിലും ഉണ്ടോ? പൈസ വെച്ചിട്ടൊക്കെ വരയ്ക്കാം. അതുപോലെ വള വെച്ചിട്ട് വരയ്ക്കാം. പിന്നെ നമ്മുടെ ടിന്നിൻ്റെ ഒക്കെ അടപ്പ് വെച്ചിട്ടൊക്കെ വരയ്ക്കാം അല്ലേ? ഒരുപാട് മാർഗങ്ങളുണ്ടല്ലേ നമുക്ക് വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വലുതായാലൊക്കെ കോമ്പസൊക്കെ ഉപയോഗിച്ചിട്ടും വരയ്ക്കാം കേട്ടോ. ഇപ്പോൾ അതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഷേപ്സ് ഇൻ എ ബോട്ട്. ബോട്ട്, തോണിയിൽ എന്തൊക്കെ, അതാണ് കേട്ടോ. അപ്പം വിധു ലൈക്ക്ഡ് ദ കാർഡ്. ഹി ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹി മെയ്ഡ്. വിധുവിന് ആശംസാ കാർഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ കൊടുത്ത ആശംസാ കാർഡ് പുതിയ കുട്ടിയായ വിധുവിന് ഇഷ്ടപ്പെട്ടു. അവൻ തൻ്റെ കയ്യിലുള്ള തോണി എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു, ആ കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. അൺഫോൾഡ് ദ ബോട്ട്. വാട്ട് ഷേപ്സ് ഡു യു സീ? റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഇൻ ദിസ് ടേബിൾ. തോണി നിവർത്തിയത് നോക്കൂ. അതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട്? രൂപങ്ങളുടെ എണ്ണം എഴുതി പട്ടിക പൂർത്തിയാക്കുക. അതാണ് ഇപ്പോൾ ഷേപ്പ്, നെയിം, നമ്പർ, അതായത് രൂപം, പേര്, എണ്ണം എന്ന് പറഞ്ഞിട്ട് 3 കള്ളി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതിൽ ചതുരം, ത്രികോണം, അതായത് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾ ആണ് വരുന്നത്? ആദ്യം തന്നെ നമ്മൾ ആ ഡോട്ട് ഇട്ടിട്ടുള്ള 2 ചെറിയ പിന്നെ ബോക്സ്, 2 റെക്റ്റാങ്കിൾ, അത് എല്ലാം പാടെ ഒന്നായിട്ട് ഒരൊറ്റ റെക്റ്റാങ്കിൾ. അങ്ങനെ അപ്പോൾ എത്ര എണ്ണമായി? 3 എണ്ണമായി. പിന്നെ മൊത്തത്തിൽ ഒന്നും, അങ്ങനെ 4 എണ്ണമാണ് കേട്ടോ ഉള്ളത്. 4 ചതുരമാണുള്ളത്. അതുപോലെ തന്നെ ട്രയാങ്കിൾ എത്ര എണ്ണം വരുന്നുണ്ട്? ആ ചെറിയ ഡോട്ടിൻ്റെ സൈഡിലുള്ള 2 ചെറിയ ട്രയാങ്കിൾ 2 ഭാഗത്തും. അപ്പം 1 2 3 4 2 ഭാഗത്തും 2 ചെറുത് വരുമ്പോൾ 4 ട്രയാങ്കിൾ ആയില്ലേ. പിന്നെ കുറച്ച് വലുപ്പമുള്ളത് 2 ഭാഗത്തും. അപ്പോൾ 5 6. പിന്നെ ഇത് മൊത്തത്തിലുള്ളത് 7 8. 8 ത്രികോണം, അതായത് ട്രയാങ്കിൾ വരുന്നുണ്ട് കേട്ടോ. അനു അൺഫോൾഡ് ദ ബോട്ട് ആൻഡ് കട്ട് അലോങ് ദ ഫോൾഡ്സ്. സീ ഹൗ ഷീ പേസ്റ്റഡ് ദ ഷേപ്സ് ഇൻ ഹെർ നോട്ട്ബുക്ക്. കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ച് കിട്ടിയ രൂപങ്ങൾ അനു നോട്ട്ബുക്കിൽ ഒട്ടിച്ചത് നോക്കൂ. ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കൂ. ഇതുപോലെ നിങ്ങൾ പല രീതിയിലൊക്കെ ഒട്ടിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് ലെറ്റ്സ് മേക്ക് ഷേപ്സ്. കട്ട് ഔട്ട് എ ട്രയാങ്കിൾ. കട്ട് ഇൻ ടു 2 പീസസ് ആസ് ഇൻ ദ പിക്ചർ. ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് ചതുരം 2ആയി മുറിച്ചിട്ട് പല വിധത്തിൽ ചേർത്ത് വെച്ചാൽ എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കേട്ടോ. വാട്ട് ഷേപ്സ് ക്യാൻ യു മേക്ക്? നൗ കട്ട് ഇറ്റ് ഇൻ ടു 4 ആൻഡ് ട്രൈ. ആദ്യം തന്നെ ഒരു ചതുരം എടുത്തിട്ട് ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് ആ പീസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേറെ വേറെ രൂപത്തിൽ വെച്ച് നോക്കിയിട്ട് എന്തൊക്കെ ഷേപ്പ് കിട്ടുന്നുണ്ട് നോക്കുക. അതുപോലെ തന്നെ പിന്നെ 4ആയിട്ട് മുറിച്ചിട്ട് എന്തൊക്കെ ഷേപ്പ് കിട്ടുന്നുണ്ട് നോക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ലെറ്റ്സ് മേക്ക് ഷേപ്സ്. രൂപങ്ങൾ ഉണ്ടാക്കാം. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് വിത്ത് ഈർക്കിൾ ബൈറ്റ്സ്. അനുവും കൂട്ടുകാരും ഈർക്കിൾ കഷ്ണങ്ങൾ വെച്ച് ചതുരം, ത്രികോണം എന്നിവ ഉണ്ടാക്കുകയാണ്. യൂസ് 24 ഈർക്കിൾ ബൈറ്റ്സ് ഓഫ് ദ സെയിം ലെങ്ത് ടു മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. റൈറ്റ് ദെയർ നമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. ഒരേ നീളമുള്ള 24 ഈർക്കിൾ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചതുരങ്ങളും ത്രികോണങ്ങളും ഉണ്ടാക്കണം. എണ്ണം പട്ടികയിൽ എഴുതൂ. 24 ഈർക്കിളാണുള്ളത്. അപ്പം നിങ്ങൾ ത്രികോണം, ട്രയാങ്കിൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കി നോക്കുക. ഒരു ട്രയാങ്കിളിന് എത്ര ഈർക്കിൾ വേണം? 3 എണ്ണം അല്ലേ. അപ്പോൾ 3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ എത്ര എണ്ണം കിട്ടും? 8 എണ്ണം കിട്ടും.
8 3 എന്ത് 24. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുട്ട. ഗുണന പട്ടിക പഠിച്ചാൽ മനസ്സിലാകും. 8 4 അല്ല സോറി 8 3 24. അപ്പോൾ എത്ര ട്രയാങ്കിൾ കിട്ടും നിങ്ങൾക്ക്? 8 ട്രയാങ്കിൾ കിട്ടും അല്ലേ? പിന്നെ എത്ര റെക്റ്റാങ്കിൾ കിട്ടും? 24 വെച്ചാൽ എത്ര എണ്ണം കിട്ടും? 24 ഇർക്കിളാണുള്ളത്. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഇർക്കിൾ വേണം? അതെ 4 വേണം അല്ലേ? 4 എണ്ണം വേണം. അപ്പോൾ 5 4 20, 6 4 24. അപ്പോൾ 6 4 24. അതിനെ കൊണ്ട് തന്നെ 6 റെക്റ്റാങ്കിൾ ആണ് കേട്ടോ കിട്ടുക. 6 ചതുരം ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ എന്തായാലും വീട്ടിൽ നിന്ന് ഒരേ വലിപ്പത്തിലുള്ള 24 ഇർക്കിൾ എടുത്തിട്ട് ത്രികോണം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എത്ര എണ്ണം 24 ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. എന്നിട്ട് ചതുരം ഉണ്ടാക്കി നോക്കുക. അതും എഴുതുക കേട്ടോ. അതൊക്കെ നമ്മൾ സ്വന്തമൊക്കെ തന്നെ ഒന്ന് എഴുതിയാൽ നമ്മളെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്ത് എന്തായാലും നോക്കണം കേട്ടോ. അടുത്തത് ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എ റെക്റ്റാങ്കിൾ ഹിയർ. നിങ്ങൾ ഇവിടെ ഒരു ചതുരവും ഒരു ത്രികോണവും വരച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ നിങ്ങൾ പഠിച്ചില്ല. അതുപോലെ ഒരു ചതുരം വരയ്ക്കുക. ഈ ബോക്സിൽ ഒരു ത്രികോണം വരയ്ക്കുക. ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര ഈർക്കൽ കഷ്ണങ്ങൾ ഉപയോഗിച്ചു? ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണം? ഇപ്പം പറഞ്ഞതല്ലേ 4 എണ്ണം. ഒരു ത്രികോണം ഉണ്ടാക്കാനോ? അതെ 3 എണ്ണം. ഹൗ മെനി ഈർക്കിൾ ബൈറ്റ്സ് ഡിഡ് യൂസ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണം? 4. ആൻഡ് ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത പേജിൽ എന്താ നോക്കാം കേട്ടോ നമുക്ക്. പിക്ചേഴ്സ് ഇൻ ടൈൽസ്. ടൈലിലെ ചിത്രങ്ങൾ. The Grama Panchayat has made a smart classroom for the school and the floor is tiled. Isn't it nice? വിദ്യാലയത്തിന് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ ടൈല് പതിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? നോക്കൂ, ബ്ലാക്കും വൈറ്റും ആയിട്ട് നന്നായിട്ടില്ലേ? See the tile designs the children have drawn. കുട്ടികൾ വരച്ച് നിറം നൽകിയ ടൈൽ ഡിസൈനുകൾ നോക്കൂ. പിന്നെ താഴെ അനു, പിന്നെ വിധു, സുബി ഇവർ 3 ആൾ വരച്ച ടൈലിൻ്റെ ഡിസൈനുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മേക്ക് എ ടൈൽ ഡിസൈൻ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്. തിങ്ക് ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ ജോയിൻ ദ ഡോട്ട്സ്. ചുവടെ തന്നിട്ടുള്ള കുത്തുകൾ യോജിപ്പിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കി നിറം കൊടുക്കൂ. കുത്തുകൾ എങ്ങനെയെല്ലാം ചേർത്ത് വെക്കാമെന്ന് ആലോചിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുത്തുകൾ യോജിപ്പിച്ചിട്ട് നിറം കൊടുത്തിട്ട് ഒരു അടിപൊളിയാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ക്രോസ് ആയിട്ടോ നേരെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ മക്കൾ ഓരോ ഒരു ബുദ്ധിക്ക് അനുസരിച്ച് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടോ. നിങ്ങൾ ഓരോ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ അടിപൊളിയാക്കി എടുക്കണേ. പിന്നെ അടുത്ത പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വാട്ട് ഷേപ്സ് ഡു യു ഗെറ്റ് ബൈ കട്ടിങ് അലോങ് ദ ഡോട്ടഡ് ലൈൻസ്? കുത്തുകൾ ഇട്ട വരയിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപം എന്താണ്? എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചതുരമാണ് അല്ലേ? ആ ചതുരത്തിൻ്റെ നടുവിലൂടെ അങ്ങനെ കുത്തുകളിട്ട് മുറിച്ച് മാറ്റിയപ്പോൾ നമുക്ക് ഏത് രൂപമാണ് കിട്ടുന്നത്? 2 ട്രയാങ്കിൾ ആണല്ലേ കിട്ടുന്നത്. 2 ട്രയാങ്കിൾ അല്ലേ, ത്രികോണമല്ലേ കിട്ടുന്നത്. അടുത്തതായിട്ട് ബി ഒരു സ്ക്വയർ ആണ്. നേരെ താഴോട്ട് ഡോട്ടായിട്ട് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 2 റെക്റ്റാങ്കിൾ ആണല്ലേ കിട്ടുക അല്ലേ? അടുത്തതോ സി ആണെങ്കിലോ, സി ഇതാ നേരെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഡോട്ട് കണ്ടോ? അപ്പോഴും നമുക്ക് 2 റെക്റ്റാങ്കിൾ ആണല്ലേ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോ ഇൻറ്റു 2 ട്രയാങ്കിൾസ്. ഫോർ വിച്ച് ഫിഗേഴ്സ് കാൺ യു ഡു ദിസ്? താഴെ തന്നിട്ടുള്ള രൂപങ്ങളെ ഒരു വര വരച്ച് 2 ത്രികോണമാക്കുക. വരച്ചു നോക്കൂ, കഴിയാത്തവ ഏതെല്ലാം? എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ താഴോട്ട് ഡോട്ട് ഇട്ടിട്ട് നമുക്ക് 2 ട്രയാങ്കിൾ ആക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ബി എന്നുള്ള സ്ക്വയർ നമുക്ക് അതുപോലെ തന്നെ ഒരു മൂലയിൽ നിന്ന് ഒരു മൂലയിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താൽ 2 ട്രയാങ്കിൾ ആക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ സി ആണെങ്കിലോ, സിയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് വരച്ചാൽ റെക്റ്റാങ്കിൾ നമുക്ക് 2 ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും. എന്നാൽ ഡിയും ഇയും ഒന്ന് വരച്ച് നോക്കിക്കേ, അത് രണ്ടും നമുക്ക് കഴിയൂല അല്ലേ? അപ്പോൾ അത് രണ്ടും നമ്മൾ ടിക്ക് കൊടുക്കുക കേട്ടോ. കഴിയാത്തവയ്ക്ക് ടിക്ക് കൊടുക്കുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിയും ഇയും കഴിയാത്തവയാണ് കേട്ടോ. നമ്മൾ റൗണ്ടിന് പിന്നെ നടുവിലൂടെ വരച്ചാൽ 2 ട്രയാങ്കിൾ കിട്ടൂലല്ലോ. പിന്നെ മറ്റേതാണെങ്കിലും നമ്മൾ നടുവിലൂടെ ഡി ആണെങ്കിലും നടുവിലൂടെ വരച്ചാൽ ഒരു ട്രയാങ്കിളും ഒരു
സ്ക്വയറും ആണോ അല്ലേ കിട്ടുക? അപ്പോൾ അങ്ങനെ പറ്റൂല. അടുത്തത് എന്താന്ന് വെച്ചാൽ വാട്ട് കംസ് നെക്സ്റ്റ്, അടുത്തതാര് വരച്ചു ചേർക്കൂ എന്നാണ് കേട്ടോ. ഡ്രോ വാട്ട് കം നെക്സ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദ പാറ്റേൺസ് ബിലോ. അപ്പോൾ അടുത്തത് ഏതാണെന്ന് പാറ്റേൺ നോക്കുക. അപ്പോൾ ഒന്നാമത് ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഒരു വലതുവശത്ത് മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ വലതുവശത്ത് തന്നെ താഴെ ആയിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ ചിത്രത്തിൽ വരുമ്പോൾ ഇടതുവശത്ത് താഴെയാണ് വരുന്നത്. അപ്പോൾ നാലാമത്തെ ചിത്രത്തിൽ എവിടെയായിരിക്കും, ഏത് ഭാഗത്താണ് ഇപ്പോൾ ഇതുവരെ ട്രയാങ്കിൾ വരയ്ക്കാത്തത്? അതെ, ഇടതുഭാഗത്ത് മുകളിൽ അല്ലേ, ഫസ്റ്റ് തന്നെ ആ ഭാഗത്ത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. രണ്ടാമത്തത് എങ്ങനെയാണ്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ടൊരു ചെറിയ സർക്കിൾ ഉണ്ട് അല്ലേ, ഇടതുവശത്ത് താഴെ ചെറിയ സർക്കിൾ ഉണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ നടുവിലായിട്ടാണ് സർക്കിൾ വന്നിട്ടുള്ളത്, മൂന്നാമത്തതിൽ മുകളിൽ. അപ്പം നാലാമത്തതിൽ എവിടെ സർക്കിൾ വരിക? ഈ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് നടുവിലായിട്ടാണ് അല്ലേ സർക്കിൾ വരിക. പിന്നുള്ളത് ഇതുപോലെയുള്ള വേറെ പാറ്റേണുകൾ വരയ്ക്കാമോ? ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദീസ്? അപ്പോൾ അതുപോലെ നിങ്ങളൊരു സ്ക്വയർ വരച്ചു കൊടുക്കുക, എന്നിട്ട് അതുപോലെ സ്ക്വയറിൻ്റെ ഉള്ളിൽ റൗണ്ട് വരയ്ക്കുക ഒരു ഭാഗത്ത്, പിന്നെ അടുത്തതിൽ വേറൊരു ഭാഗത്ത് വരയ്ക്കുക, അതിൻ്റെ അടുത്തതിൽ വേറൊരു ഭാഗത്ത്, അങ്ങനെ സ്ക്വയറിൻ്റെ 4 ഭാഗത്തും ആക്കിയിട്ട് മാറ്റി മാറ്റി വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കൊന്നും കൂടെ വരയ്ക്കാനുള്ളത് പിന്നെ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ത്രികോണം വരയ്ക്കുക, ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ത്രികോണം, അങ്ങനെ വൃത്തത്തിനായാലും 4 ഭാഗം ഉണ്ടാവുമല്ലോ, 4 ഭാഗത്തും ഓരോ ത്രികോണം വെച്ചിട്ടൊക്കെ വരച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഇനി അടുത്ത പേജിൽ വരുന്നത് ഷേപ്സ് അറൗണ്ട് എസ്. സീ ദ പിക്ചർ, ഡു യു സീ എനി ഫെമിലിയർ ഷേപ്പ്? റൈറ്റ് ദം ഡൗൺ. ചിത്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെല്ലാം രൂപങ്ങളുണ്ട്? ചതുരം, ത്രികോണം, വൃത്തം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ. Do you see any such shapes in and around your school? Write them in the table below. നിങ്ങളുടെ സ്കൂളിലും പരിസരത്തും താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കൾ പട്ടികപ്പെടുത്തുക. അപ്പം നിങ്ങളുടെ അന്വേഷിച്ച സ്കൂളിലും വീട്ടിലും ഒക്കെ ഉള്ളത് എന്തൊക്കെ ഓരോ സാധനങ്ങളും വീക്ഷിക്കുക, നോക്കിയിട്ട് അത് ഏത് ഷേപ്പിലാണ്, ചതുരത്തിലുള്ളതാണോ ത്രികോണത്തിലുള്ളതാണോ വട്ടത്തിലുള്ളതാണോ നോക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് വുഡൻ ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. യു ക്യാൻ ഓൾസോ പ്ലേ സച്ച് ഗെയിംസ്. യു മെയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാക്ക്. അനുവും കൂട്ടുകാരും മരക്കട്ടകൾ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ കളിക്കുക. ആരാണ് ഏറ്റവും ഉയരത്തിൽ അടുക്കിയത്? ഇങ്ങനെ കളിച്ച് നോക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇതുപോലെ മരക്കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുക്കി അടുക്കി വെച്ച് നോക്കുക. ചതുരക്കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്നിട്ട് ആരാണ് കൂടുതൽ അടുക്കുന്നത് എന്നല്ലേ, അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടാനുണ്ടല്ലോ അല്ലേ, അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ അടുക്കി വെക്കുന്നതെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് പേജ് 15 പറയുന്നത് റൈറ്റ് ദ നെയിംസ് ഓഫ് സംസ് ഒബ്ജക്ട്സ് ഷേപ്ഡ് ലൈക്ക് റെക്ടാങ്കുലർ ബ്ലോക്സ് ആൻഡ് ബോൾസ്. അതായത് ചതുരക്കട്ടയുടെയും ഗോളത്തിൻ്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേരെഴുതുക. ചതുരക്കട്ടൻ്റെ ആകൃതിയിൽ ഇഷ്ടിക പോലുള്ള സംഭവങ്ങളിൽ ബ്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്. അതായത് അതുപോലെ തന്നെ ബോള്, പിന്നെ നമ്മൾ ഗോലി ഉണ്ടല്ലോ, കോട്ടി എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റൗണ്ട് ഷേപ്പിലെ ഗ്ലോബ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റൗണ്ട് ഷേപ്പാണ്. എന്നാൽ ചതുരക്കട്ട, നമ്മൾ മരക്കഷ്ണങ്ങൾ മുറിച്ചത്, ഇതുപോലെ കുറേ കളിപ്പാട്ടങ്ങൾ പല സൈസിലുള്ളത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഒക്കെ നമ്മൾ റെക്റ്റാങ്കുലർ ബ്ലോക്സിലാണ് പെടുന്നത് അല്ലേ, ചതുരക്കട്ടകളിലാണല്ലേ പെടുന്നത്. പിന്നെ ചതുരക്കട്ടൻ്റെ നമ്മൾ ഡോറൊക്കെ തന്നെ ചതുരക്കട്ടൻ്റെ ആകൃതിയല്ലേ, റെക്റ്റാങ്കുലർ ഷേപ്പല്ലേ വരുന്നത്. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് എഴുതുക കേട്ടോ. പിന്നെ വെജിറ്റബിൾ പ്രിൻറ്റിങ്. വിധു മെയ്ഡ് എ വെജിറ്റബിൾ പ്രിൻറ്റഡ് ടേബിൾ ക്ലോത്ത് ഫോർ ദ വർക്ക് എക്സ്പീരിയൻസ് കണ്ടസ്റ്റ്. ഹി യൂസ്ഡ് ഓക്ര, കാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് ഓണിയൻ ടു മേക്ക് ഇറ്റ്. ക്യാൻ യു ടു മേക്ക് സച്ച് പ്രിൻറ്റ്സ്? പ്രവൃത്തി പരിചയമേളയിലെ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് മത്സരത്തിൽ വിധു തയ്യാറാക്കിയ മേശവിരിയാണിത്. വെണ്ടയ്ക്ക, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള എന്നീ പച്ചക്കറികളാണ് ഉപയോഗിച്ചത്. നിങ്ങളും വെജിറ്റബിൾ പ്രിൻറ്റുകൾ തയ്യാറാക്കി നോക്കൂ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഒരു ക്ലോത്ത് എങ്ങനെ എടുത്തിട്ട് നിങ്ങൾ വെണ്ട ആയാലും ഒക്കെ തന്നെ നടുവൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും കളറിൽ മുക്കിയിട്ട് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കൂ. ഒന്നിങ്ങനെ ആ തുണിയിൽ, വെള്ള തുണിയിൽ ഇങ്ങനെ വെച്ച് നോക്കൂ. പല വെജിറ്റബിൾ കൊണ്ടും കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ.
പുതിയൊരു ടവലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് മിസ്സിനൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസാണ് പിന്നെ ഉള്ളത്. 7-ാം പേജിലെ ചിത്രങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട്? അപ്പോൾ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്കിഷ്ടപ്പെട്ടത് ഈ വീടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അവിടെ എഴുതുക. അതുപോലെ പിന്നെ ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട് എന്നും കൂടെ എഴുതുക കേട്ടോ. അപ്പോൾ ത്രികോണം, അതുപോലെ പിന്നെ ചതുരം, വൃത്തം, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ കേട്ടോ. ഇനി സ്ക്വയർ എന്ന് എഴുതിയാലും മതി കേട്ടോ റെക്റ്റാങ്കിളിന് പകരം. അതുപോലൊന്ന് മണൽത്തട്ടിൽ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആ പിക്ചർ ഉണ്ടല്ലോ, അത് മണൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ജോയിനിങ് ഷേപ്സ്, രൂപങ്ങൾ ചേർത്ത് വരയ്ക്കാമെന്ന്. യൂസ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ടു ഡ്രോ എനി പിക്ചർ യു ലൈക്ക്. അതായത് ത്രികോണം, ചതുരം, വട്ടം എന്നിവ ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള ഒരു രൂപം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്നാമത്തത് കളർ ദ പിക്ചർ ബിലോ ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി. ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇതുവരെയുള്ളൂ. 1-ാമത്തെ ചാപ്റ്റർ മുഴുവനായിട്ടുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം.